രാമായണം ആദി കാവ്യകഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് തൻ്റെ യാഗസംരക്ഷണത്തിനായി വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ കൂട്ടി അയോധ്യയിൽ നിന്നും പുറപ്പെട്ടതാണ് കേട്ടത്. അവർ അംഗരാജ്യം കടന്ന് ഗംഗാസരയൂ സംഗമസ്ഥാനത്തെ വണങ്ങി മുന്നോട്ടു പോയി. നടന്നവർ ഒരു മഹാവനത്തിലെത്തി. മനുഷ്യ പാദസ്പർശമേൽക്കാത്ത ആ വനത്തിലെത്തിയപ്പോൾ രാമൻ ബ്രഹ്മർഷി വിശ്വാമിത്രനോട് ചോദിച്ചു, ഭഗവാനെ, ഈ കാട് കാണുമ്പോൾ തന്നെ കോരിത്തരിപ്പുണ്ടാക്കുന്നു. ഭയങ്കരമായ ഈ കാട്ടിൽ നിന്ന് മണ്ണട്ട ചെകിടച്ച മുഴങ്ങുന്നത് ചെവിയെ പൊട്ടുന്നതുപോലെയാണ്. ഭയങ്കര ഗർജനങ്ങൾ ഉള്ള ദുഷ്ടമൃഗങ്ങളെ എങ്ങും കാണുന്നു. പക്ഷികളുടെ കരച്ചിലാണെങ്കിലോ അസഹ്യതയുണ്ടാക്കുന്നതാണ്. സിംഹം, നരി, ആന തുടങ്ങിയ മൃഗങ്ങളും ധാരാളം. കൂവളം, പാതിരി, ഞമ, കടമ്പ്, മരുത്, പന, ലന്ത തുടങ്ങിയ മാമരങ്ങൾ ഇടതിങ്ങി കാണുന്നു. കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഈ കൊടുങ്കാട് ഏതാണ്? പുഞ്ചിരിയോടെ മാമുനി പറഞ്ഞു, ഉണ്ണി രാമ, ഈ കാട് ഏതാണെന്ന് പറയാം, കേൾക്കൂ. ഇത് വലിയ 2 രാജ്യങ്ങളായിരുന്നു. ദേവനിർമ്മിതമായ ഈ രാജ്യങ്ങൾക്ക് മലദം, കരൂഷം എന്നായിരുന്നു പേരുകൾ. പണ്ട് ദേവന്മാർ വൃത്രാസുരനെ വധിച്ചതായി കേട്ടിട്ടില്ലേ? ആ ബ്രഹ്മഹത്യാ പാപം നിമിത്തം ദേവേന്ദ്രനിൽ അഴുക്കും വിശപ്പും വർദ്ധിച്ചു. ആ മാലിന്യം കളയുവാൻ മാമുനീന്ദ്രന്മാരും ദേവന്മാരും സഹസ്ര കലശം ആടി. ദേവേന്ദ്രൻ്റെ അഴുക്ക് ഒഴുകി ഭൂമിയിൽ വീണതു കണ്ട് അവർ സന്തുഷ്ടരായി. വിശപ്പും അഴുക്കും വിട്ടുമാറിയ ദേവേന്ദ്രൻ ഈ ദേശങ്ങളെ അനുഗ്രഹിച്ചത് ഇപ്രകാരമാണ്. എൻ്റെ ദേഹത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ പതിച്ച ഈ വലിയ നാടുകൾ മലദം, കാരൂഷം എന്നീ പേരുകളാൽ ഭൂമിയിൽ പ്രസിദ്ധിയാർജിക്കട്ടെ. വർഷങ്ങൾ വളരെ കടന്നുപോയി. 1000 ആനകളുടെ ബലമുള്ള ഒരു യക്ഷിണി കാമരൂപിണിയായി ജനിച്ചു. അവളുടെ പേര് താടക എന്നാണ്. രാമ, മംഗളമുണ്ടാകട്ടെ. യശസ്വിയായ സുന്ദൻ്റെ പത്നിയായി തീർന്നു അവൾ. ഇന്ദ്രതുല്യ പരാക്രമമുള്ള മാരീചൻ എന്ന രാക്ഷസൻ അവളുടെ തനയനായി പിറന്നു. മനുഷ്യരെ കിടകിട വിറപ്പിക്കുന്ന ഘോര രൂപമാണ് അവർക്കുള്ളത്. നീണ്ട കൈകൾ, പരന്ന വായ്, വിശാലമാറിടം, അത്യുഗ്രവീരം. ഇങ്ങനെ താടകാപുത്രി മാരീചനെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. അവൻ ലോകത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടയായ താടകയാവട്ടെ 1.5 യോജന ദൂരം വഴിയടച്ച് മലദാഖ്യവും കാരൂഷ്യാഖ്യവുമായ ഈ നാടുകളെ മുടിപ്പിച്ചു കൊണ്ട് വാഴുകയാണ്. രാമ, താടക വനത്തിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നിന്റെ കൈക്കരുത്ത് ആ ദുഷ്ടരാക്ഷസിയിൽ കാണിക്കാം. എൻ്റെ നിർദ്ദേശമനുസരിച്ച് നീ അവളെ കൊല്ലണം. ആർക്കും അടുക്കാൻ കഴിയാത്ത ആ യക്ഷിയെ കൊന്ന് നീ ഈ നാടിനെ രക്ഷിക്കണം. ആർക്കും തന്നെ കടന്നു പോകാൻ പ്രയാസമുള്ള അപകടം നിറഞ്ഞതാണ് ഈ വനം. ഉണ്ണി രാമ, ഈ കാടിനെപ്പറ്റിയെല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. പണ്ട് ഈ നാട് ഐശ്വര്യസമൃദ്ധമായിരുന്നു. ഈ യക്ഷി നാടിനെ നശിപ്പിച്ചു. അതിനാൽ ഈ നാടിനെ നീ പരിശുദ്ധമാക്കണം. വിശ്വാമിത്രൻ്റെ വാക്കുകേട്ട് മധുരമായി രാമൻ ചോദിച്ചു, ഭഗവാനെ, യക്ഷന്മാർ സ്വതവേ ബലം കുറഞ്ഞവരും ഭീരുക്കളുമാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് 1000 ആനകളുടെ ബലമുണ്ടായത്? ശ്രീരാമൻ്റെ ചോദ്യം കേട്ട് ബ്രഹ്മർഷി വിശ്വാമിത്രൻ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, രാമ, വരബലത്താലാണ് അവൾക്ക് ഇത്രയും ശക്തി നേടാനായത്. പണ്ട് സുകേതു എന്നു പേരുള്ള ഒരു യക്ഷൻ പുത്രനില്ലാത്തതുകൊണ്ട് കഠിനമായി തപസ് ചെയ്തു. ഭക്തിയാദരവോടെയുള്ള അവൻ്റെ തപസ് കണ്ട് ബ്രഹ്മാവിന് പ്രീതി തോന്നി. അവൻ്റെ മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. നിനക്കെന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അപേക്ഷിച്ചു, ദേവ, 1000 ആനകളുടെ ബലമുള്ള ഒരു പുത്രൻ എനിക്കുണ്ടാവണം. അതിനെന്നെ അനുഗ്രഹിക്കണം. എന്നാൽ ബ്രഹ്മാവ് 1000 ആനയുടെ കരുത്തുള്ള ഒരു പുത്രിയാകട്ടെ എന്നാണ് അനുഗ്രഹിച്ചത്. അദ്ദേഹം
എന്നിട്ട് ആ ഭാഗത്തു നിന്നും മറഞ്ഞു. സുകേതുവിൻ്റെ പുത്രി വളർന്നു വന്നു. യൗവനത്തിലെത്തിയപ്പോൾ അവൾ അതിസുന്ദരിയായിരുന്നു. ഇവളാണ് താടക. ജർജരൻ്റെ പുത്രനായ സുന്ദനെയാണ് അവൾ ഭർത്താവായി ലഭിച്ചത്. വലിയ താമസം കൂടാതെ അവൾക്കൊരു മകൻ പിറന്നു. ശാപം കൊണ്ട് രാക്ഷസനായി തീർന്ന മാരീചനാണ് ആ പുത്രൻ. അഗസ്ത്യ ബ്രഹ്മർഷിയുടെ ശാപത്താൽ സുന്ദൻ മരിച്ചു പോയപ്പോൾ അവളും പുത്രനും കൂടി കോപത്തോടെ മുനിയുടെ നേരെ ചെന്നു. എന്നാൽ ഭർത്താവ് മരിച്ച ദുഃഖം അവൾക്കുണ്ടായില്ല. പകരം മഹർഷിയോട് കാമമാണ് തോന്നിയത്. കാമശമനത്തിനായി മഹർഷിയുടെ നേരെ പാഞ്ഞു ചെന്ന് അവൾ ആക്രമിക്കാൻ മുതിർന്ന മാരീചനെയും അപ്പോൾ ആ അഗസ്ത്യമുനി ശപിക്കുകയാണ് ഉണ്ടായത്. താടക പരിപൂർണ നഗ്നയായിരുന്നു. ദേഷ്യത്തോടെ അഗസ്ത്യമുനി നീ ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് ആ മാരീചനെ ശപിച്ചു. കത്തുന്ന കോപാഗ്നിയിൽ താടകയെ നോക്കി പറഞ്ഞു, നരഭോജിയും വിരൂപിയും വികൃത വായുമുള്ളവളായ ഒരു രൂപമാകട്ടെ നിനക്കെന്ന്. അങ്ങനെ താടക ഒരു മഹായക്ഷിയായി തീർന്നു. അവൾ അഗസ്ത്യമുനി താമസിച്ചിരുന്ന ഈ പുണ്യപ്രദേശത്തെ മുടിക്കുവാൻ തുടങ്ങി. ഉണ്ണി രാമ, ബ്രാഹ്മണരെയും പശുക്കളെയും സംരക്ഷിക്കാനായി ഈ ഘോരരൂപിണിയായ താടകയെ നീ നിഗ്രഹിച്ചാലും സ്ത്രീഹത്യയാണെന്ന് വിചാരിക്കരുത്. പുരുഷോത്തമ, 4 വർണ്ണങ്ങളുടെയും രക്ഷയാണ് രാജകുമാരനായ നീ ചെയ്യേണ്ടത്. ശാപം കിട്ടിയ ഈ ദുഷ്ടയെ കൊല്ലുവാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. രാജ്യരക്ഷ ചെയ്യേണ്ടവർ നല്ലതോ ചീത്തയോ എന്നും ക്രൂരമോ സൗമ്യമോ ഒന്നും അല്ല നോക്കേണ്ടത്, പ്രജാരക്ഷ മാത്രമാണ്. രാജാവിൻ്റെ ശാശ്വതധർമ്മം അതല്ലാതെ മറ്റൊന്നുമല്ല. ധർമ്മം ലേശം പോലുമില്ലാത്ത അവളെ കൊല്ലുക എന്നത് അധർമ്മത്തെ നശിപ്പിക്കുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഭൂമിയെ മുടിക്കാൻ നോക്കിയ വിരോചനപുത്രിയായ മന്ധരയെ പണ്ട് ദേവേന്ദ്രൻ കൊന്നത് കേട്ടിട്ടില്ലേ? ഭൃഗുമുനി പത്നിയും പതിവ്രതയുമായ ശുക്രമാതാവ് ദേവേന്ദ്രനാശത്തിന് മോഹിച്ചപ്പോൾ വൈകുണ്ഠനാഥൻ തന്നെ അവളെ നിഗ്രഹിച്ചത് കേട്ടിട്ടില്ലേ? ഉണ്ണി, ഉത്തമമായവൾ സ്ത്രീകളെന്ന് വിചാരിച്ച് അധർമ്മം കാട്ടിയിരുന്നവരെ വധിക്കാതിരുന്നിട്ടില്ല. അധർമ്മത്തെ എവിടെ കണ്ടാലും തുടച്ചു മാറ്റുകയാണ് വേണ്ടത്. പുരുഷോത്തമന്മാരുടെ കർത്തവ്യം അതാണ്. മുനീശ്വരൻ്റെ വാക്കുകൾ കേട്ട് രഘുരാമൻ ഇപ്രകാരം പറഞ്ഞു, പ്രഭു, പിതാവിൻ്റെ നിർദ്ദേശം അനുസരിക്കുന്നതിൽ സംതൃപ്തനാണ് ഞാൻ. രാജസദസ്സിൽ ഗുരുജന മധ്യത്തിൽ വെച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഭഗവാൻ കൗശികൻ്റെ കൽപ്പന ഏതായാലും അനുസരിക്കണമെന്ന്. പിതാവിൻ്റെ ആജ്ഞയനുസരിക്കുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ധിക്കരിക്കുമോ? ബ്രഹ്മർഷിവര്യനായ അവിടുത്തെ കൽപ്പന, അച്ഛൻ്റെ നിർദ്ദേശം മറ്റൊന്നും എനിക്ക് ആലോചിക്കാനില്ല. ഗോബ്രാഹ്മണ ഹിതത്തിനും ഈ നാടിൻ്റെ രക്ഷയ്ക്കും താടകയുടെ വധം അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീരാമൻ വില്ലിൻ്റെ മധ്യത്തിൽ പിടിച്ച് ഉയർത്തി ദിക്കുകൾ കേൾക്കത്തക്ക വിധം ഞാണൊലിയിട്ടു. ആ ഞാണൊലി കേട്ട് ആ വനത്തിലെ സർവ്വജീവികളും ഒന്ന് നടുങ്ങി. അമ്പരന്ന് പോയ താടക ഭയത്തോട് ചുറ്റും നോക്കി. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ ഓടിയെത്തി. വളരെ പ്രായം തോന്നിക്കുന്ന വികൃതരൂപിയായ താടകയെ കണ്ട് മന്ദസ്മിതത്തോടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, ഈ യക്ഷിയുടെ ഘോരമായ ശരീരം കണ്ടില്ലേ? എത്ര ധീരനാണെന്ന് പറഞ്ഞാലും ഇവളെ കണ്ടാൽ ആരും സ്തംഭിച്ചു പോകും, അല്ലെങ്കിൽ പിളർന്നു പോകും. ഇവൾക്ക് മായാജാലങ്ങൾ ഉള്ളതിനാൽ ആർക്കും ഇവളെ ജയിക്കാൻ കഴിയില്ല. എന്നാലും ഒരു സ്ത്രീയല്ലേ, കാതും മൂക്കും മുറിച്ച് ഈ രാക്ഷസിയെ പിന്തിരിപ്പിച്ചു വിടാം. ഈ ദുഷ്ടയുടെ വീര്യത്തെയും ദുർനടത്തത്തെയും ഇല്ലാതാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ സഹോദരനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് ആ ഭീകരരൂപിണി അടുത്തെത്തിക്കഴിഞ്ഞു. ദിക്കുകൾ പൊട്ടത്തക്ക വിധം അലറുന്ന അവളുടെ നേരെ നോക്കി ബ്രഹ്മർഷി ഹൂങ്കാരം ചെയ്തു. ദശരഥപുത്രന്മാർക്ക് സ്വസ്തി അരുളി. താടക രാമലക്ഷ്മണന്മാർക്ക് ഒരമ്പരപ്പ് ഉണ്ടാക്കത്തക്ക വിധം പൊടിപടലങ്ങളെ കൊണ്ട് അവിടം മൂടി. മായാവിയായ അവൾ മറഞ്ഞു. രാമലക്ഷ്മണന്മാർക്ക് നേരെ അവൾ കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. അവളുടെ ഈ പ്രവൃത്തിയിൽ ശ്രീരാമന് നേരിയ കോപമുണ്ടായി.
ശ്രീരാമൻ്റെ വില്ലിൽ നിന്നും പായുന്ന ശരങ്ങൾ താടക ചെരിയുന്ന കല്ലുകളെ തകർത്തുകൊണ്ടിരുന്നു. രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ രാമൻ അമ്പുകൊണ്ട് പാഞ്ഞെടുക്കുന്ന അവളുടെ കൈകൾ അറുത്തു നീക്കി. കൈകൾ അറ്റ് വീണിട്ടും അവശതയോടും കോപത്തോടും അടുത്തു വന്ന അവളുടെ കാതും മൂക്കും വാളുകൊണ്ട് ലക്ഷ്മണൻ അരിഞ്ഞുകളഞ്ഞു. കാമരൂപിണിയായ താടക പെട്ടെന്ന് അപ്രത്യക്ഷയായി. ഒരേ സമയം അനേക രൂപങ്ങളിൽ പല സ്ഥലത്തായി അവളെ കാണാൻ തുടങ്ങി. ഉഗ്രങ്ങളായ കല്ലുകൾ കുമാരന്മാർക്കു നേരെ വന്നുകൊണ്ടിരുന്നു. നബുജിയുടെ പുത്രി പണ്ട് വിഷ്ണുവിന് നേരെയും ഇന്ദ്രന് നേരെയും എറിഞ്ഞതുപോലെയാണ് താടക ശ്രീരാമ ലക്ഷ്മണന്മാർ കുമാരന്മാർക്കു നേരെ എറിഞ്ഞുകൊണ്ടിരുന്നത്. രാമലക്ഷ്മണന്മാരുടെ ഞാണലികൾ അവിടമാകെ മുഴങ്ങിക്കേട്ടു. ആ ഞാണലുകൾ താടകയെ അമ്പരപ്പിച്ചു. എന്നാൽ ശിലാമഴ പൂർവാധികം ശക്തിയോടെ വന്നുകൊണ്ടിരുന്നു. നേരിയ പരിഭ്രമത്തിൽ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു, ഉണ്ണി രാമ, ശങ്ക വേണ്ട. അതീവ ദുഷ്ടയും പാപിയുമാണിവൾ. മായാബലക്കാരിയായ ഇവൾ യാഗങ്ങളെല്ലാം അനായാസമായി മുടക്കുന്നവളാണ്. സമയം സന്ധ്യയാകാറായി. കൊല്ലുന്നതിന് താമസമുണ്ടാകരുത്. രാത്രിയിൽ രാക്ഷസന്മാർക്ക് ശക്തി ഇരട്ടിക്കും. നേരിടാൻ തന്നെ സാധിക്കില്ല. ശ്രീരാമൻ പുഞ്ചിരിയോടെ ശബ്ദവേദികളായ അമ്പുകളയച്ച് ശിലാവർഷത്തെ തടുത്തു. ഇടുത്തി പോലെ അവൾ അലറിക്കൊണ്ട് കുമാരന്മാരുടെ നേരെ ഓടിയെത്തി. അതിവിദഗ്ധയായ താടകയുടെ വരവ് കണ്ട് ശ്രീരാമൻ അവളുടെ നെഞ്ചിനു നേരെ അമോഘമായൊരു അസ്ത്രത്തെ അയച്ചു. രാമബാണം ആ ഘോരരാക്ഷസിയെ നിലം പതിപ്പിച്ചു. അലർച്ചയോടെ അവൾ മണ്ണിൽ വീണു. അവളുടെ ദേഹത്തു നിന്നും ആത്മാവ് പുറത്തേക്ക് വന്നു. താടകയുടെ മരണം ദേവന്മാരിൽ സന്തോഷമുളവാക്കി. ദേവന്മാരുൾപ്പെടെയുള്ളവർ ആ കാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, മുനീന്ദ്ര, അങ്ങയ്ക്ക് മംഗളമുണ്ടാകട്ടെ. ഞങ്ങൾ ഈ കർമ്മത്തിൽ അത്യധികം സന്തുഷ്ടരാണ്. ശ്രീരാമനിൽ സ്നേഹം വ്യക്തമായി കാണിക്കൂ. ദശരഥൻ്റെ പുത്രന്മാർ അതുല്യ പരാക്രമികളാണല്ലോ. ബ്രഹ്മർഷി വിശ്വാമിത്ര ആ അമേയങ്ങളായ അസ്ത്രങ്ങളെ രാമന് നൽകിയാലും അവയെ വാങ്ങുവാൻ കെൽപ്പുള്ള സൽപാത്രങ്ങളാണവൻ. അങ്ങയെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ രാമൻ, അയോധ്യാനന്ദനായ രാമന് ഇതിലും വലിയ പല മഹത്കർമ്മങ്ങളും ഇനിയും ദേവന്മാർക്ക് വേണ്ടി ചെയ്യാനുണ്ട്. വിശ്വാമിത്രനെ വന്ദിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ മറഞ്ഞു. സന്ധ്യാസമയം വന്നു തുടങ്ങി. താടക മരിച്ചു വീണത് കണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ ഹൃദയം സന്തോഷത്താൽ തരളിതമായി. അദ്ദേഹം ശ്രീരാമനെ ഗാഠമായി ആലിംഗനം ചെയ്ത് ശിരസിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണി, ഏതൊരുവനും ദർശനത്തിൽ തന്നെ നന്മയേകുന്ന രാമ, നമുക്ക് ഇന്ന് രാത്രി ഇവിടെ തന്നെ വസിക്കാം. നാളെ പ്രഭാതത്തിൽ എൻ്റെ ആശ്രമത്തിലേക്ക് പോകാം. മഹർഷിയുടെ വാക്കുകൾ കേട്ട് അന്ന് രാത്രി അവർ അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. ഘോരരൂപിണിയായ താടകയിൽ നിന്നും മുക്തമായ വനം ചൈത്രരഥമെന്ന പോലെ മനോഹരങ്ങളായി വിളങ്ങി. മഹാമുനിയൊന്നിച്ച് ആ കുമാരന്മാർ വനത്തിൽ ശയ്യയൊരുക്കി ഉറങ്ങാൻ കിടന്നു. നേരം വെളുത്തു. പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മുനി രാമനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, കുമാര, അങ്ങയ്ക്ക് മംഗളമുണ്ടാകട്ടെ. ഏറ്റവും കീർത്തി നേടിയ ഉണ്ണിയുടെ പ്രവൃത്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. സർവ ദിവ്യാസ്ത്രങ്ങളെയും ഞാൻ തരാം. ദേവന്മാർ, അസുരന്മാർ, ഉരഗശ്രേഷ്ഠന്മാർ എന്നിവരെല്ലാം ഒന്നു ചേർന്ന് നേരിട്ടാലും ആ ശത്രുക്കളെ മുഴുവൻ വിജയിക്കാനുള്ള ശക്തിയുള്ളവയാണ് ഇവ. കുമാര, അടിക്കടി മംഗളമുണ്ടാകട്ടെ. മഹാദിവ്യമായ ദണ്ഡചക്രം ഇതാ അങ്ങയ്ക്ക് തരുന്നു. അതുപോലെ തന്നെയാണ് ധർമ്മചക്രവും കാലചക്രവും. ആർക്കും തടുക്കുവാൻ സാധിക്കാത്ത അത്യുഗ്രമായ വിഷ്ണുചക്രം, അതുപോലെയുള്ള ഇന്ദ്രാസ്ത്രം, പ്രസിദ്ധമായ വജ്രാസ്ത്രം, ശൈവശക്തി കൊണ്ട് അതുല്യമായ പാശുപതാസ്ത്രം, ബ്രഹ്മശിരസ് എന്ന് പ്രഖ്യാതമായ അസ്ത്രം, അതുപോലെ തന്നെ ഐഷികാസ്ത്രം എന്നിവ ഇതാ തരുന്നു. ഹേ രഘുനന്ദന, അതിദിവ്യമായ ദേവചക്രത്തെയും ഉത്തമോത്തമമായ ബ്രഹ്മാസ്ത്രത്തെയും സ്വീകരിക്കുക. പുരുഷവ്യാഘ്രനായ രാഘവ, ജാജ്വല്യമാനങ്ങളും മോദകി
ശിഖേരി എന്നീ പേരുകളാൽ അറിയപ്പെടുന്ന ഗദകളാണിവ. ധർമ്മപാശം, കാലപാശം, വരുണപാശം എന്നിവയുടെ ശക്തി അവാച്യമാണ്. അവയും ആ അസ്ത്രങ്ങളും ഇതാ തരുന്നു. ശുഷ്കവും ആർദ്രവുമായ രണ്ടശനികൾ, സുപ്രസിദ്ധങ്ങളായ പിനാകം, നാരായണം എന്നീ അസ്ത്രങ്ങൾക്ക് പുറമെ അതിപ്രിയമായ ആഗ്നേയം, ശിഖരം, വായവ്യം, പ്രധനം, ഹയശിരസ്, ക്രൗഞ്ചം തുടങ്ങിയ അമോഘാസ്ത്രങ്ങളെയും സ്വീകരിക്കുക. അധർമ്മചാരികളായ രാക്ഷസന്മാരെ ഉന്മൂലനാശനം വരുത്തുവാൻ ഉതകുന്ന 2 ശക്തികൾ വാങ്ങിയാലും അസുരന്മാർക്ക് അധീനങ്ങളായ കങ്കാളം, മുസലം, കപാലം, കങ്കണം എന്നീ ഘോര ആയുധങ്ങളെയും ഞാൻ അങ്ങേക്ക് തരുന്നു. ഹേ രാജകുമാര, മഹാസ്ത്രങ്ങളായ വൈദ്യാധരം, നന്ദനം, അസിരത്നം, ഗാന്ധർവം, ദയിതം, മാനവം, പ്രപാസനം, പ്രസ്ഥമനം, സൗരം, ദർഭണം, ശോഷണം, സന്താപനം, വിലോപനം, മദനന് പ്രിയമേറിയതും ദുർദർശവുമായ മാദനം, പൈശാചം, ഏവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോഹനം എന്നിവയും വാങ്ങിക്കൊള്ളുക. പുരുഷകേസരിയായ രാമ, താമസം എന്ന ആയുധത്തെയും മഹാബലാന്യുതനായ സൗമത്തെയും ഏതൊരാൾക്കും തടുക്കുവാൻ പ്രയാസമായ സമ്മർദ്ദം, മൗസലം എന്നിവയെയും ഇതാ തരുന്നു. ഉണ്ണി, സത്യം, മായാധുരം എന്നീ അമോഘാസ്ത്രങ്ങളെയും അരിതേജസ്സുകളെ കവരുന്നതും തേജപ്രഭയാർന്നതുമായ സൗരത്തെയും അതിദാരുണങ്ങളായ സോമം, ശിശിരം, ത്വാഷ്ടം, അംഗപ്രത്യംഗഭേദകവും ശീതവുമായ മാനവം മുതലായ ദിവ്യാസ്ത്രങ്ങളെയും ഇപ്പോൾ തന്നെ വേഗത്തിൽ വാങ്ങിയാലും ഇവയെല്ലാം കാമരൂപികളും അതിശക്തിയാർന്നവയുമാണ്. മനസ്സിനും ദേഹത്തിനും ശുദ്ധി വരുത്തിയ മാമുനീന്ദ്രൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ മഹായുദ്ധ മന്ത്രങ്ങളെ രാമന് ഉപദേശിച്ചു കൊടുത്തു. ഇവ മുഴുവൻ ഒന്നിച്ച് സ്വീകരിക്കാൻ ദേവശ്രേഷ്ഠനുകൂടി സാധിക്കാത്തതാണ്. അതിബുദ്ധിമാനായ വിശ്വാമിത്ര മഹർഷി ഈ അസാധാരണ മന്ത്രങ്ങളെ ജപിച്ചപ്പോൾ അവയെല്ലാം മൂർത്തിമത്തായി ശ്രീരാമൻ്റെ സമീപത്തിൽ എത്തിച്ചേർന്നു. സാമോദം തൊഴുതുകൊണ്ട് ആ ദിവ്യായുധങ്ങൾ പറഞ്ഞു: ഉദാര സ്വരൂപമാർന്ന മഹാപ്രഭോ, ഞങ്ങളെല്ലാം അവിടുത്തെ ദാസന്മാരാണ്. ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് അവയെ തലോടി പറഞ്ഞു: നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും. സന്തുഷ്ടനായ ശ്രീരാമൻ ബ്രഹ്മർഷിയെ വണങ്ങി. പിന്നീട് അവർ ആശ്രമത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങി. അസ്ത്രങ്ങളെയെല്ലാം സ്വീകരിച്ച രാമൻ വിനയാന്വിതനായി വിശ്വാമിത്രനോട് അപേക്ഷിച്ചു: ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞാൻ ദേവന്മാർ അംഗീകരിക്കുന്നവനായി തീർന്നു. എന്നാൽ ഈ അസ്ത്രജാലങ്ങളെല്ലാം സംഹരിക്കാനുള്ള ഉപദേശം കനിഞ്ഞു പറഞ്ഞു തരണേ. മന്ദസ്മിതത്തോടെ ഗാധീപുത്രനായ വിശ്വാമിത്രൻ പറഞ്ഞു: ധർമ്മസ്വരൂപിയായ രാമ, കേട്ടാലും. സത്യവത്ത്, സത്യകീർത്തി, ദൃഷ്ടം, രസഭം, പ്രതിഹാരതരം, പരാങ്മുഖം, അവാങ്മുഖം, ലക്ഷാക്ഷം, വിക്രമം, ദൃഢനാഭം, സുനാഭം, ദശാക്ഷം, ശതവക്ത്രം, ദശശീഷ്, ദശോദരം, പത്മനാഭം, മഹാനാഭം, ദുന്ദുനാഭം, സുനാഭം, ജ്യോതിഷ്, കഥനം, നൈരാശ്യം, വിമലം, യോഗദണ്ഡം, വിനിദ്രം, ദൈത്യം, പ്രശമനം, സുചിർബാഹു, മഹാബാഹു, നിഷ്കുലി, വിരുചി, സർച്ചിമ്മാലി, ദധിർമാലി, വൃത്തിമത്ത്, രുചിരം, പൃത്യം, സൗമനസ്യം, വിധൂതം, മകരം, കരവീരകം, ധനം, ധാന്യം, കാമരൂപം, കാമരുചി, മോഹനം, മാരണം, ജൃംഭകം, സർവനാദം, സന്ധാനം, വരുണം എന്നീ നാമങ്ങളോട് കൂടിയ അശ്വസൂതന്മാരെ, ഉജ്ജ്വല കാന്തി ചിന്തുന്ന കാമരൂപികളെ വാങ്ങിയാലും. രഘുനന്ദന, അങ്ങ് ഇതിനെല്ലാം അർഹനാണെന്ന് എനിക്കറിയാം. മംഗളം ഭവിക്കട്ടെ. അതിസന്തോഷത്താൽ ശ്രീരാമൻ അങ്ങനെയാകട്ടെ എന്നു പറഞ്ഞ് ആ ദിവ്യരൂപികളെ സ്വീകരിച്ചു. ആഹ്ലാദത്തോടെ അടുത്തെത്തിയ അവരിൽ ചിലർ അഗ്നിതുല്യരാണ്, മറ്റു ചിലർ ധൂമ സദൃശ്യരും, വേറെയുള്ളവർ
ചന്ദ്രസൂര്യ സന്നിഭരവും ആയിരുന്നു. കൈകൂപ്പിക്കൊണ്ട് ആ ദിവ്യരൂപികൾ പറഞ്ഞു, മഹാപ്രഭു, ഞങ്ങളെല്ലാം അവിടുത്തെ ആശ്രിതരാണ്. പുരുഷസിംഹമായ അവിടുത്തെ ഏതൊരു കൽപ്പനയും നിറവേറ്റുവാൻ തയ്യാറാണ്. വിനയത്തോടെ ശ്രീരാമൻ പറഞ്ഞു, നിങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴാണോ ആവശ്യം നേരിടുന്നത് അപ്പോൾ സന്നിഹിതരായിരിക്കണം. ഇഷ്ടം പോലെ തന്നെ ഇപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കൊള്ളുവിൻ. ശ്രീരാമൻ്റെ നിർദ്ദേശം കേട്ട ആ അമേയ വിക്രമികൾ അങ്ങനെയാകാം എന്ന് സമ്മതിച്ച് തൊഴുത് പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അപ്രത്യക്ഷരായി. ബ്രഹ്മർഷിവര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് അതുവരെ പഠിച്ച വിദ്യകളെല്ലാം ശ്രീരാമൻ അനുജൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തു. ആ അസ്ത്രങ്ങൾ ഉപസംഹരിക്കാനുള്ള വിദ്യയും ലക്ഷ്മണൻ ശ്രീരാമനിൽ നിന്ന് പഠിച്ചു. ഇങ്ങനെ അസ്ത്രവിദ്യയിൽ പാരംഗതരായ കുമാരന്മാർ ഗുരുവിന് ഒന്നിച്ച് യാത്ര തുടർന്നു. പോരുന്ന വഴിക്ക് ശ്രീരാമൻ ചോദിച്ചു, അതുല്യ തപോധനമാർജിച്ച ഭഗവാനെ, കാർമേഘമാലയെ സ്പർശിക്കുന്ന പർവ്വത സമീപത്തിൽ അതികൗതുകമുണ്ടാക്കുന്നൊരു മാമരത്തോപ്പ് കാണുന്നത് എന്താണ്? കാണാൻ ഭംഗിയുള്ള മൃഗങ്ങളെ അവിടെ കാണുന്നു. കാതുകൾക്ക് ഇമ്പമേകുന്ന പക്ഷികളുടെ കളകൂജനങ്ങൾ കേൾക്കുന്നു. ഭയം കൊണ്ട് രോമാഞ്ചമുണ്ടാക്കുന്ന കൊടുങ്കാട്ടിൽ നിന്നും പോന്നു കഴിഞ്ഞു. പരിപാവനമായൊരു ആശ്രമ പ്രദേശമാണിതെന്ന് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ സുഖത്തിൽ നിന്നും അറിഞ്ഞു. ബ്രഹ്മഹത്യാനിരതയായ പാപികൾ, ദുർനടത്തമുള്ള രാക്ഷസന്മാർ അടുത്ത യാഗത്തെ തടസ്സപ്പെടുത്തുന്നതിനായി എവിടെയാണ് എത്തുന്നത്? അവിടുന്ന് ദീക്ഷ പൂണ്ട് യാഗം ചെയ്യുന്നത് എവിടെയാണ്? എവിടെയച്ചാണ് യാഗം മുടക്കുന്നവരുടെ രാക്ഷസന്മാരെ സംഹരിക്കേണ്ടത്? ഇതെല്ലാം കേൾക്കുവാൻ അതിയായ ആഗ്രഹമുണ്ട്. ശ്രീരാമചന്ദ്രൻ്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് ഏറ്റവും സന്തോഷമാണുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി രാമ, സകല ചരാചരങ്ങളുടെയും ജീവാത്മാവായി പ്രകാശിക്കുന്നവനും സർവ്വലോകങ്ങളെയും ഭരിക്കുന്നവനും ഏതൊരു ജീവിക്കും അദൃശ്യനും മായ കൊണ്ട് എല്ലാറ്റിനെയും മോഹിപ്പിക്കുന്നവനും വേദവര്യനും സർവ്വലോകനാഥനുമായ മഹാവിഷ്ണു 100 യാഗങ്ങളും 1000 വർഷങ്ങളും മഹത്തായ യോഗത്തോടെ തപസ്സിനായി വസിച്ചത് ഇവിടെയാണ്. മഹാത്മാവായ വാമനൻ തപസ്സുകൊണ്ട് സിദ്ധി സമ്പാദിച്ച പൂർവാശ്രമ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ സിദ്ധാശ്രമമെന്ന ഖ്യാതി സിദ്ധിക്കുകയും ചെയ്തു. പുരോചനപുത്രനായ മഹാബലി ആ കാലത്താണ് ദേവേന്ദ്രനെയും മരുദ്ഗണങ്ങളെയും ജയിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. 3 ലോകങ്ങളിലും യശസ്സാർജിച്ചിരുന്ന മഹാബലി ഒരു മഹായജ്ഞം ആരംഭിച്ചു. അഗ്നി തുടങ്ങിയ ദേവന്മാർ ഈ ആശ്രമത്തിൽ വന്നു. അവിടെയായിരുന്നല്ലോ വൈകുണ്ഠനാഥൻ വസിച്ചിരുന്നത്. അവർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, മഹാപ്രഭു, മഹാബലി ഉത്തമമായൊരു യാഗം സമാരംഭിച്ചിരിക്കുന്നു. അതവസാനിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കണം. തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ബലി ദേവന്മാരെക്കാൾ മേലേ ആവുകയാണ്. അതു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവകൾക്ക് പിന്നൊരു സ്ഥാനവും ആരും നൽകില്ല. ആരു യാചിച്ചാലും ദാനം ചെയ്യാൻ മടിയില്ലാത്തവനാണ് മഹാബലി. മഹാദേവ, അമരന്മാരുടെ താൽപ്പര്യ സംരക്ഷണാർത്ഥം അവിടുന്ന് മായയാൽ വാമനരൂപം ധരിച്ച് മഹാബലിയുടെ അടുത്തു ചെല്ലണേ. അങ്ങനെയായാൽ എല്ലാം മംഗളമായി ഭവിക്കും. ആ ദിവസം തന്നെയാണ് മറ്റൊരു സംഭവം നടന്നത്. കശ്യപൻ അദിതി ദേവിക്കൊപ്പം തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയിരുന്നു. പ്രത്യക്ഷനായ മഹാവിഷ്ണുവിനോട് അവർ ആവശ്യപ്പെട്ടത്, ഭഗവാനെ, അവിടുത്തെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അടിയങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. മഹാവിഷ്ണു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വരമാണ് വേണ്ടത്? നിങ്ങൾ അതിന് അർഹരാണ്. മാരീചനെന്നുകൂടി പേരുള്ള കശ്യപൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, എൻ്റെ പുത്രനായി അവിടുന്ന് ദേവേന്ദ്രൻ്റെ സഹോദരനായി അതിഥിയിൽ ജനിക്കണം. ദുഃഖത്തിൽപ്പെട്ടഴലുന്ന ദേവന്മാരെ അവിടുന്ന് രക്ഷിക്കണം. ഈ സ്ഥലം അവിടുത്തെ കാരുണ്യം കൊണ്ട് കർമ്മസിദ്ധിയുള്ളതായ സിദ്ധാശ്രമവും ആകണം. ദേവദേവ, ഇതിന് തിരുവുള്ളമുണ്ടാകണേ. ദേവേന്ദ്രൻ്റെ മാതാപിതാക്കളാണല്ലോ അതിഥിയും കശ്യപനും. അവരുടെ അപേക്ഷ കേട്ട് ജനാർദ്ദനൻ അങ്ങനെയാകാമെന്ന് മറുപടി പറഞ്ഞു. അതൊക്കെ നടന്നത് ഈ സ്ഥലത്താണ്.
ഒരു ഓലക്കുട പിടിച്ച് ഭിക്ഷുവിൻ്റെ രൂപത്തിൽ മഹാവിഷ്ണു മഹാബലിയുടെ യജ്ഞശാലയിൽ കടന്നു ചെന്നു. എന്നിട്ട് മഹാബലിയോട് പറഞ്ഞു, മഹാത്മാവായ മഹാബലി, സ്തുതി ഭവിക്കട്ടെ. മഹാരാജാവേ, അങ്ങയുടെ യജ്ഞം ഏറ്റവും നന്നായിട്ടുണ്ട്. അപൂർവ ശ്രേഷ്ഠതയാർന്ന ഈ യാഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് യാചകനായിട്ടാണ് ഞാൻ വന്നത്. വാമനൻ്റെ വാക്കുകൾ കേട്ട് ബലിക്ക് അത്യധികം സന്തോഷമുണ്ടായി. എൻ്റെ ജന്മം സഫലമായി, എൻ്റെ രാജ്യം ഏറ്റവും സുഹൃതമുള്ളതായി, ഞാൻ ചെയ്യുന്ന യജ്ഞം തികച്ചും ഫലപൂർണമായി. ഇന്നാണ് എൻ്റെ ഹൃദയം കൃതാർത്ഥമായത്. എൻ്റെ സർവ്വസമ്പത്തുക്കളും അങ്ങയ്ക്കുള്ളതാണ്. അതുകൂടാതെ മറ്റെന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? മഹാബാഹുവായ അങ്ങ് എന്തെന്നാണോ ഇഷ്ടപ്പെടുന്നത് അത് തരുവാൻ ഞാൻ ഒരുക്കമാണ്. മടിയോ സംശയമോ തോന്നരുത്, ചോദിച്ചുകൊള്ളൂ. ബലിയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് വാമന അവതാരിയായ മഹാവിഷ്ണു പുഞ്ചിരിച്ചു. ഭഗവാൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് തരാമെന്ന് പറഞ്ഞവയെക്കൊണ്ട് എനിക്കെന്താ കാര്യം? ഞാനൊരു ഭിക്ഷു. രാജാ, എൻ്റെ കാലുകൾ കൊണ്ട് അളന്നെടുക്കാൻ 3 അടി സ്ഥലമേ എനിക്ക് വേണ്ടൂ. അതുമാത്രം തന്നെ തന്ന് എന്നെ തൃപ്തനാക്കിയാൽ മതി. വാമനൻ്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ മഹാബലി പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. ഏതോ ചതി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അസുരഗുരുവായ ശുക്രാചാര്യർക്ക് തോന്നി. അദ്ദേഹം രാജാവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മാബലി രാജാവേ, അങ്ങറിഞ്ഞാലും ഈ വന്നു നിൽക്കുന്നത് വാമന രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ്. അങ്ങ് അവിവേകം കാണിക്കരുത്. ശുക്രാചാര്യൻ തടസ്സം നിൽക്കുന്നത് കണ്ടപ്പോൾ വിനിതാപുത്രനായ ഗരുഡൻ ശുക്രാചാര്യനെ ചിറകുകൊണ്ട് പ്രഹരിച്ചു. മഹാബലി സന്തുഷ്ടിയോടെ പറഞ്ഞു, ദേവദേവനായ വൈകുണ്ഠനാഥൻ മായാവിയായി എൻ്റെ യജ്ഞശാലയിൽ പ്രവേശിച്ചതാണെങ്കിൽ എന്നെപ്പോലെ പുണ്യം ചെയ്തവർ 3 ലോകത്തിലുമില്ല. എൻ്റെ യാഗത്തിന് ഇതിലധികം സാഫല്യം എങ്ങനെയാണ് കിട്ടുക? ഇത്രയും പറഞ്ഞ് ഭാര്യാസമേതനായ മഹാബലി ദാനം ചെയ്യുവാനായി ജലം കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, മഹാപ്രഭു, അവിടുത്തെ തൃപ്പാദങ്ങൾ കൊണ്ട് 3 അടി മണ്ണ് ഇപ്പോൾ തന്നെ എടുത്താലും. ഇത്രയും പറഞ്ഞ് ജലം ഒഴുക്കി ദാനം ചെയ്തു. ആ ജലം ഭൂമിയിൽ പതിച്ച നിമിഷം വിശ്വരൂപധാരിയായി ഹരി 3 ലോകങ്ങളിലും പൂർണ്ണമായി വ്യാപിക്കത്തക്ക വിധം രൂപമായി വളർന്നു കഴിഞ്ഞു. ആയുധജാലങ്ങളേന്തിയ അനേകം ബാഹുക്കൾ കൊണ്ട് തന്നെ ദിക്കുകളും വിദിക്കുകളും നിറഞ്ഞു. വാമന അവതാരത്തിൻ്റെ വിസ്മയാവഹമായ പരിവർത്തനം കണ്ട അസുര ചക്രവർത്തിക്ക് ലക്ഷ്മീകാന്തനാണ് പുരോഭാഗത്തിലെത്തിയതെന്ന് വ്യക്തമായി. ധർമാത്മാവായ മഹാബലി സർവലോക ഹിതാർത്ഥമായി പൂജകൾ ചെയ്തു. ഭക്തി നമ്രനായി എല്ലാ കർമ്മങ്ങളും ചെയ്തു. വിശ്വാത്മാവായ മഹാവിഷ്ണു ഭഗവാൻ 3 ലോകങ്ങളുടെയും അധീനത്തിലാക്കി ഇന്ദ്രന് കൊടുത്തു. അങ്ങനെ ഭഗവാൻ വിഷ്ണു മഹാബലിയെ ജയിച്ച സിദ്ധാശ്രമമാണ് ഈ സ്ഥലം. ഏതൊരാളുടെയും ശ്രമം തീർക്കുന്ന ഈ ആശ്രമത്തിലാണ് ഭഗവാൻ വാമനനിൽ അപാര ഭക്തിയാർന്ന ഞാൻ വസിക്കുന്നത്. വിശ്വാമിത്രൻ പറഞ്ഞു നിർത്തി. യജ്ഞതടസ്സം ചെയ്യുന്ന രാക്ഷസന്മാർ വരുന്നത് ഇവിടേക്കു തന്നെ. ആ രാക്ഷസന്മാരെ നിഗ്രഹിക്കേണ്ടതും ഇവിടെ വെച്ചു തന്നെയാണ്. രാമ, ഏറ്റവും ഉത്തമമായ സിദ്ധാശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എനിക്ക് ഏതൊരു മട്ടിലാണോ ഈ പർണശാല, ഉണ്ണിക്കും അതുപോലെ തന്നെയാണെന്ന് വിശ്വസിച്ചാലും. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ കൈക്ക് പിടിച്ച് വിശ്വാമിത്ര മഹർഷി ആശ്രമ അന്തർഭാഗത്തേക്ക് കടന്നു. മഞ്ഞ് ഒട്ടും തന്നെയില്ലാത്ത ഒരു രാത്രിയിൽ വെട്ടിത്തിളങ്ങുന്ന 2 പുണർന്ന നക്ഷത്രങ്ങളോട് കൂടിയ വെൺമതി ബിംബങ്ങൾ പോലെ വിശ്വാമിത്ര യതീശ്വരനെ ആ ആശ്രമത്തിലെ ആശ്രമവാസികളായ താപസന്മാരെ കണ്ടു. ആ മഹർഷിമാരെല്ലാം വിശ്വാമിത്രനെ സ്വീകരിച്ചതുപോലെ ആ രഘുപതി നന്ദനന്മാരെയും സ്വീകരിച്ചു. രാമലക്ഷ്മണന്മാർ അല്പനേരം വിശ്രമിച്ചതിനു ശേഷം വിശ്വാമിത്ര മുനിയെ തൊഴുതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭഗവാനെ, അവിടുത്തേക്ക് മംഗളമുണ്ടാകട്ടെ. ഇന്നു തന്നെ യജ്ഞദീക്ഷ തുടങ്ങിയാലും അവിടുത്തെ വാക്കുകൾ പോലെ ഈ സിദ്ധാശ്രമം സിദ്ധമായി തീരട്ടെ. രാജകുമാരന്മാരുടെ അഭിപ്രായം അറിഞ്ഞ വിശ്വാമിത്ര മുനി ദീക്ഷ കൊണ്ടു. ആ അമിത തേജസ്വി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു, മനസ്സിനെ ദൃഢതരമാക്കി. ഏറ്റവും കരുതലോടെ ആ രാത്രി കഴിച്ച ദശരഥപുത്രന്മാർ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ തെറ്റുകൂടാതെ നിർവഹിച്ചു.
അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്ന വിശ്വാമിത്രനെ ഭക്തിപൂർവം പ്രണമിച്ചു. രഘുനന്ദനന്മാർ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ, ദുഷ്ടന്മാരായ രാക്ഷസന്മാർ എപ്പോഴാണ് വരിക? ഏതെല്ലാം സമയങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ഘട്ടങ്ങൾ തെറ്റിപ്പോകരുതല്ലോ. കുമാരന്മാരുടെ ആയുധ പ്രയോഗത്തിനുള്ള വെമ്പൽ കണ്ട് മറ്റു മുനിമാരിൽ ഒരാൾ അവരോട് പറഞ്ഞു, രാമ, ലക്ഷ്മണ, ഇന്നു മുതൽ 6 ദിവസം കാത്തുകൊണ്ടിരിക്കണം. ദീക്ഷയിലിരിക്കുന്ന വിശ്വാമിത്ര മഹർഷി മൗനവ്രതത്തിലാണ്. അങ്ങനെ 6 ദിവസം കുലച്ച് വില്ലേന്തി രാമലക്ഷ്മണന്മാർ ബാണങ്ങൾ സജ്ജമാക്കി അത്യുത്സാഹത്തോടെ ഗുരുവിനെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണിമയ്ക്കാതെ സശ്രദ്ധം സമീപത്തു തന്നെ നിന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞു. 6-ാം ദിവസം ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സൗമിത്രി, അതിശ്രദ്ധയോടെ ഇനി കരുതി നിൽക്കണം. കൈക്കരുത്ത് കാണിക്കാൻ വെമ്പൽ പോലെ സഹോദരനോട് ഇങ്ങനെ പറയുമ്പോൾ ആചാര്യ പുരോഹിതന്മാർ വാണരുളുന്ന ആ യജ്ഞവേദി ആകെയൊന്ന് കത്തിജ്വലിച്ചു. വിശ്വാമിത്ര മഹർഷി യജ്ഞം നടത്തുകയാണ്. വ്യക്തമായ അക്ഷരങ്ങളിലൂടെയാണ് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ആകാശത്തിൽ ഒരു പ്രത്യേക ശബ്ദം കേട്ടു. കറുത്തിരുണ്ട 2 രാക്ഷസന്മാർ മായകൾ കാണിച്ചുകൊണ്ട് ആകാശത്തിലെത്തിക്കഴിഞ്ഞു. അതിമാരീചനും സുബാഹുവുമായിരുന്നു. അവർ മാംസഖണ്ഡങ്ങളോട് കൂടിയ രക്തം വർഷിക്കുകയാണ്. യജ്ഞവേദിയാകെ ജ്വലിക്കുവാനുള്ള കാരണം അതായിരുന്നു. ഹോമകുണ്ഡത്തിൻ്റെ പ്രകാശവും ആകാശത്തുനിന്നും വീഴുന്ന രക്തമാംസങ്ങളും കണ്ട ശ്രീരാമൻ്റെ കണ്ണുകൾ ചുമന്നു. കൊടുങ്കാറ്റുപോലെ പാഞ്ഞെടുക്കുന്ന ആ രാക്ഷസന്മാരെ കണ്ട് രാമൻ അനുജനെ നോക്കി പറഞ്ഞു, ലക്ഷ്മണ, മാംസഭോജികളായ ആ രാക്ഷസന്മാരെ നോക്കൂ. മാനവാസ്ത്രം കൊണ്ട് ഞാൻ അവരെ ഇപ്പോൾ തന്നെ പറപ്പിച്ചേക്കാം. ഉത്തമമായ വില്ലിൽ നിന്നുയർന്ന മാനവാസ്ത്രം മാരീചൻ്റെ വക്ഷസ്സിൽ തറച്ചു. ആ ശരത്തിൻ്റെ ശക്തിയാൽ മാരീചൻ 100 യോജന അകലെയുള്ള സമുദ്രത്തിൽ ചെന്ന് വീണു. നോക്കൂ ലക്ഷ്മണ, മാരീചനെ ഞാൻ വധിച്ചില്ല. അവൻ്റെ അഹങ്കാരം കുറയ്ക്കുക മാത്രമാണ് ചെയ്തത്. മാനവാസ്ത്രം കൊണ്ട് അവൻ മരിക്കുകയില്ല. എന്തു ചെയ്യാനും മടിയില്ലാത്ത ഈ ദുഷ്ടന്മാരെ കൊല്ലുന്നത് കാണൂ. അവർ ജീവിച്ചിരിക്കുവാൻ അർഹരല്ല. ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമൻ അത്യുഗ്രമായ ആഗ്നേയാസ്ത്രം സുബാഹുവിൻ്റെ നേരെ പ്രയോഗിച്ചു. അത് സുബാഹുവിൻ്റെ മാറിൽ തുളഞ്ഞു കയറി. മല മറിയുന്നത് പോലെ അവൻ ഭൂമിയിൽ തകർന്നു വീണു. അവൻ്റെ കൂട്ടാളികളായ രാക്ഷസന്മാരെയും വായവ്യം എന്ന ബാണം അയച്ച് കൊന്നുകളഞ്ഞു. ഈ രംഗങ്ങൾ കണ്ട മാമുനീന്ദ്രന്മാർ ശ്രീരാമനെ ഭക്തിയോടെ പൂജിച്ചു. അങ്ങനെ മംഗളമായി യാഗം അവസാനിച്ചു. സന്തോഷത്തോടെ വിശ്വാമിത്രമുനി രാമനോട് പറഞ്ഞു, ഉണ്ണി രാമ, ബാഹുവായ അങ്ങ് ഗുരുവിൻ്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിച്ചു. സത്കീർത്തി സമ്പന്നനായ ഉണ്ണി സിദ്ധാശ്രമത്തിൻ്റെ പേര് അന്വർത്ഥമാക്കി തീർത്തു. രാമ, ഞാൻ അത്യധികം നന്ദിയുള്ളവനാണ്. രാക്ഷസന്മാരെ തുരുത്തിയ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയ രാമലക്ഷ്മണന്മാർ അന്നു രാത്രി ആ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ കൃത്യങ്ങളെല്ലാം അണിവിട തെറ്റാതെ നിർവഹിച്ചെത്തിയ രാമന്മാർ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, മാമുനി, ഭഗവാനെ, ഭൃത്യരായ ഞങ്ങൾ ഇതാ അങ്ങയുടെ ആജ്ഞ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. എന്താണ് ഇനി നിർവഹിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും. ശ്രീരാമകുമാരൻ്റെ മധുരമായ വാക്കുകൾ എല്ലാവരെയും ഏറ്റവും സന്തുഷ്ടരാക്കി. ബ്രഹ്മർഷിയെ മുന്നിൽ നിർത്തി മുനിമാർ കുമാരനോട് പറഞ്ഞു, രാമ, ലക്ഷ്മണ, മിഥിലാപുരി രാജാവായ ജനകൻ അതിവിശിഷ്ടമായൊരു യജ്ഞം ചെയ്യുവാൻ ഒരുങ്ങുന്നുണ്ട്. ഞങ്ങളെല്ലാം അവിടേക്കാണ് പോകുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് അനുജനോടൊന്നിച്ച് ഞങ്ങളോടൊപ്പം വരണം. മിഥിലാ രാജ്യത്തിൽ അത്ഭുത തേജസ്സുള്ള ഒരു വില്ലുണ്ട്. അങ്ങേക്ക് അത് കാണാം. അപ്രമേയ ബലമുള്ളതും തേജസ് ആളിക്കത്തുന്നതും അതിഘോരവുമായ ആ വില്ലിനെ യജ്ഞസഭയിൽ വെച്ച് ദേവന്മാർ പണ്ട് ജനകന് കൊടുത്തതാണ്. ദേവ, ഗന്ധർവ, യക്ഷ, കിന്നരന്മാർക്കോ മനുഷ്യർക്കോ കുലയേറ്റാൻ സാധിക്കാത്ത ധനുസ് ആണത്. മഹാന്മാരായ പലരും പരീക്ഷിച്ച് പരാജയമടഞ്ഞതാണ്. ഇന്നുവരെ ആർക്കും വില്ല് കുലയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വില്ലും ജനകരാജാവിൻ്റെ യജ്ഞവും കുമാരന്മാർക്ക് കാണാം. സുനാഭം എന്നാണ് ആ വില്ലിൻ്റെ പേര്. അരമനയിലെ ശ്രേഷ്ഠമായ സ്ഥലത്ത് വെച്ച് അകിൽ, ചന്ദനം തുടങ്ങിയ ഉത്തമമായ സുഗന്ധധൂപങ്ങളാൽ ദിവസേന പൂജിക്കുന്ന ചാപമാണത്. അത് കേട്ടതിന് ശേഷം മുനിമാരോടൊന്നിച്ച് കുമാരന്മാർ ബ്രഹ്മർഷി വിശ്വാമിത്രനോടൊപ്പം പോകുവാൻ തയ്യാറായി. അപ്പോൾ വിശ്വാമിത്രമുനി ആശ്രമത്തിനു നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു,
സിദ്ധാശ്രമവാസികളായ വനദേ